ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വിളവെടുത്താലോ? വിളവെടുക്കാൻ മീൻസ് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് മാങ്ങയാണ്. ഇപ്പം നിങ്ങൾ ആദ്യം കണ്ടല്ലേ, അത് ഒരു തരം അമ്പഴങ്ങയാണ് കേട്ടോ. അതിങ്ങനെ എല്ലാ മന്തിയിലും പൂവിട്ടിട്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് അമ്പഴങ്ങയാണ്. തായ്ലാൻഡ് അമ്പഴങ്ങ എന്ന് പറയുക. അത് പഴുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതേപോലെ അതിന് ഉപ്പിലിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതായില്ല പൊട്ടിക്കാൻ. നമുക്ക് എന്തായാലും നമ്മളുടെ മാങ്ങ പൊട്ടിക്കാം. ഈ മാങ്ങയുടെ ഫസ്റ്റ് റൗണ്ട് ഉണ്ടായപ്പോൾ ഞാനും എൻ്റെ ഇക്കയൊക്കെ വന്നിട്ട് പൊട്ടിച്ചു. പിന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവർക്കായിട്ട് ഞങ്ങൾ കുറച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ഇവിടെ എത്തിയപ്പോഴത്തേനും മാങ്ങ എല്ലാം മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം മൂത്ത മാങ്ങ കേട്ടോ അവർക്ക് കിട്ടിയത്. അപ്പോൾ ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നല്ല ചൂടൊക്കെ ആയ കാരണം ഒരു പൂവ് പോലും വാടിപ്പോയില്ല എന്ന് വേണം പറയാൻ. എല്ലാ പൂവും പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവർ എല്ലാ പ്രാവശ്യവും ഗൾഫിലുള്ള സമയത്ത് ഞങ്ങളാണ് ഈ മാങ്ങ പൊട്ടിച്ച് കഴിക്കാറ്. ഇവർക്ക് കിട്ടാറുള്ളത്. ഇപ്രാവശ്യം ഇവർക്ക് കറക്റ്റ് ടൈമിന് വന്നുകൊണ്ട് ഇവർക്ക് മാങ്ങ കഴിക്കാനൊക്കെ കിട്ടിയിട്ടോ. നല്ല നമ്മുടെ വീട്ടിലത്തെ സാധനം ആയതുകൊണ്ട് തന്നെ മധുരം അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഐറ്റം കണ്ടോ, ഇതിൻ്റെ പേര് വെള്ളച്ചാമ്പക്കാന്ന് കേട്ടോ. ഇത് ഈ വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാകും. ഇത് കളർ മാറി റെഡൊന്നും ആവില്ല കേട്ടോ. വൈറ്റ് ചാമ്പക്ക ഇതിൻ്റെ ഒരു മധുരം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മധുരമൊന്നുമില്ല. നമ്മളെ സാധാ ചാമ്പക്കയുടെ പോലെ പുളിയും ഇല്ല, മധുരവും ഇല്ല, അങ്ങനത്തെ. എന്നാലോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ മധുരമില്ലാത്ത ഒരു ടേസ്റ്റാണ് ഇതിന്. ഈ ചാമ്പക്ക നമുക്ക് വെറുതെ കഴിക്കണേക്കാളും ഇഷ്ടപ്പെടുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഈ ഉപ്പും മുളകും അതുപോലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല ഉപ്പിലിട്ടിട്ടൊക്കെ കഴിക്കാം. അപ്പം ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മാനെ കൊണ്ട് ഇത് ഉപ്പിലിട്ടിട്ട് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പറമ്പിൽ തന്നെ നല്ല ചീനമുളകും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കാമെന്നുള്ള പ്ലാനാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് കുറച്ച് അധികം തന്നെ നമുക്ക് ചാമ്പക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റ് ചാമ്പക്കക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ മറ്റ് ചാമ്പക്കയുടെ പോലെ കുരു ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരു ഒന്നും അങ്ങനെ കളഞ്ഞാണ്ടാവില്ല. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കാണുന്ന ഒരു പൂ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ട് വേണം ഉപ്പിലിടാൻ കേട്ടോ. ഉപ്പിലിട്ടിട്ട് 2 ദിവസം ആകുമ്പോഴത്തേനും സാധനമാകും. മാത്രമല്ല അപ്പോൾ നല്ലൊരു അപാര ടേസ്റ്റ് കേട്ടോ. വെറുതെ കഴിക്കാൻ ടേസ്റ്റ് ഇല്ലെങ്കിലും ഉപ്പിലിട്ട് കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, അതിൽ കുരു ഇല്ല കേട്ടോ. പിന്നെ ഇവനെ ഇങ്ങനെ 4 കട്ട് ചെയ്തിട്ട് നമ്മളെ ചീനമുളകും ഒക്കെ ഇട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സാധാരണ ഉപ്പിലിടുന്ന പോലെ തന്നെയാണ് ഉപ്പിലിടുക. 2 ദിവസം വെച്ചാൽ മതി കേട്ടോ, ആൾ സെറ്റാവേ. അത്രക്കും ടേസ്റ്റ് ആട്ടോ. നമ്മളെ ചോറിൽക്കൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി സാധനമാണ് കേട്ടോ. പക്ഷെ ഞാനിത് വെറുതെ കഴിക്കാനാണ് എനിക്കിഷ്ടം. ഞാനിത് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ എടുത്ത് കഴിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കാണാം.